പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇന്ന് മുന്നേക്കും തന്നെ. ആമേൻ. ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, ഈ ശുഭസുന്ദരമായ സന്ധ്യാസമയത്ത് മണ്ഡലാരണ്യത്തിന്റെ മടിത്തട്ടിൽ പ്രാർത്ഥനാപൂർവം കർത്തൃവചനത്തിന് കാതോർക്കുവാൻ കടന്നു വന്നിട്ടുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ മക്കളെ, നിങ്ങളേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ നിസ്തുല വന്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒത്തിരി സന്തോഷവും ഉള്ളു നിറയെ ചരിതാർത്ഥ്യവുമുണ്ട് ഇന്ന് സന്ധ്യാകാലം ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ. ഇത് ദൈവത്തിന്റെ പദ്ധതി മാത്രമാണ്, മനുഷ്യന്റെ ബുദ്ധി ലേവലേശം ഇതിനകത്തില്ല. സ്വർഗത്തിൽ ദൈവത്തിന്റെ അദമ്യമായ കാരുണ്യം അളവില്ലാതെ ചൊരിയപ്പെട്ടപ്പോൾ ഈ ആഴമായ സ്നേഹത്തിന്റെ കൂടിയവരവുണ്ടായി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഏറെ നേരം ഇനിയും ആമുഖം പറയുവാൻ സമയമില്ല. 8 മണി എന്ന് സൂചി കാണിക്കുന്നു. 9:30 മീറ്റിംഗ് പിരിയുവാനുള്ള ക്രമീകരണമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ആമുഖത്തിന് മുതിരാതെ വളരെ വേഗം ഒരു വേദവാക്യം വായിച്ച് ശുശ്രൂഷയിലേക്ക് വരുവാൻ ഇച്ഛിക്കുകയാണ്. ഇന്നത്തെ പഠനത്തിനായി വായിക്കുന്നത് ശുദ്ധമുള്ള മോശ ദീർഘദർശിയുടെ പഞ്ചഗ്രന്ഥങ്ങളിലെ 2ാം ഗ്രന്ഥമായ പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 22-23 തിരുവചനങ്ങളാണ്. ശ്രദ്ധിക്കുക. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ സൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. നമ്മുടെ ശിരസുകൾ നമിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മഹത്വം നിറഞ്ഞ രാജാവേ, ഈ മധുര മനോഹരമായ നല്ല സായം സന്ധിക്കായി നന്ദിയോടെ സ്തോത്രം. പ്രാണപ്രിയനായുള്ളോവേ, പാദപീഠത്തിൽ അടുത്തു വന്ന് നിന്റെ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഇന്ന് സന്ധ്യാകാലം ഇപ്രകാരം കൂടി വരുവാൻ നീ ഞങ്ങളെ ഒരുക്കിയല്ലോ. ഇന്നത്തെ പഠനത്തിനായി ഞങ്ങൾ വായിച്ചിട്ടുള്ള വേദഭാഗത്തെ വാഴ്ത്തപ്പെട്ട തൃക്കരങ്ങളിൽ വച്ചു തരുന്നു. വാഴ്ത്തി നുറുക്കി വിളമ്പേണമേ നാഥ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിബരിയാസിന്റെ കരയിൽ 3 ദിനരാത്രങ്ങൾ നിന്നെ കേട്ടുകൊണ്ടിരുന്ന പുരുഷാരത്തെ പിരിച്ചയക്കുമ്പോൾ അവരിൽ മനസ്സലിവ് തോന്നി ചാരത്തു നിന്ന് ബാലകന്റെ കയ്യിൽ നിന്ന് 5 അപ്പം വാങ്ങി വാഴ്ത്തി നുറുക്കി 5000ങ്ങൾക്ക് വിളമ്പി എല്ലാവരും തൃപ്തിപ്പെട്ട ശേഷം 12 കൊട്ട അപ്പം മിച്ചമെടുപ്പിച്ച് വീണ്ടും വിശക്കുന്നവർക്ക് വിളമ്പാൻ 12 ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി ഏൽപ്പിച്ച തമ്പുരാനെ, ഈ സമർപ്പിച്ച വാക്യങ്ങളെ വാഴ്ത്തി നുറുക്കി വിളമ്പേണമേ. ദൈവമേ, നിന്റെ ജനം വിശപ്പോടും ദാഹത്തോടും ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല കർത്താവേ, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, പിന്നെയോ ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും തന്നെ. ദൈവമേ, ഇന്ന് തിന്ന് തൃപ്തരായി ആനന്ദത്തോടെ നിന്റെ ജനം മടങ്ങണം. ദൈവമേ, ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും വന്നതുപോലെ മടങ്ങരുത്, ഇരുന്നത് പോലെ എഴുന്നേറ്റ് പോകരുത്, വന്ന വഴിയിലൂടെ മടങ്ങരുത്. നീ ഉള്ളങ്ങളോട് ആഴത്തിൽ ഇടപെടുവാൻ തിരുമനസ്സാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ശിരസിന് മുകളിൽ സ്വർഗം തുറന്നു വച്ചിരിക്കണമേ. ദൂതന്മാർ ഊരിപ്പിടിച്ച തിരിയുന്ന അഗ്നിവാളുമായി ഇറങ്ങി ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിൽക്കണമേ. പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇവിടെ പനിമഞ്ഞായി പെയ്ത് നിറയണമേ. ദൈവമേ, കൊടുങ്കാറ്റ് പോലെ വീശണമേ. കർത്താവേ, നീ ഇറങ്ങി വന്ന് ഈ ശുശ്രൂഷയുടെ കർത്തൃത്വം ഏറ്റെടുക്കണമേ. നിൽക്കുന്ന ദാസൻ ബലഹീന പാത്രമാകിയാൽ അടിയനെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. യോഗ്യതയല്ല, കൃപയത്ര അടിയൻ ആധാരമായിരിക്കുന്നത്. ദൈവമേ, ഇന്ന് നിൽക്കുന്നിടം മറന്ന് നിന്നെ ആരാധിപ്പാൻ, ഇരിക്കുന്നിടം മറന്ന് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏവരെയും നിന്റെ വാഴ്ത്തപ്പെട്ട പാദപീഠ വിനയത്തോടെ സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഇപ്പോൾ സ്വർഗം തുറന്നു വച്ചിരിക്കൊണ്ട് സ്തോത്രം. തിരുമേനി ഇവിടെ ഇറങ്ങി വന്നിരിക്കയാൽ സ്തോത്രം. ഈ ശുശ്രൂഷയുടെ കർത്തൃത്വം കർത്താവ് ഏറ്റെടുത്തിരിക്കയാൽ സ്തോത്രം. മാനവും മഹത്വവും തിരുമേനിക്ക് എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ കൂട്ടമേ, ഇന്നത്തെ പഠനത്തിനായി നമ്മൾ വായിച്ചത് മോശ ദീർഘദർശിയുടെ പഞ്ചഗ്രന്ഥങ്ങളിലെ 2ാം ഗ്രന്ഥമായ പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിലെ 22-23 തിരുവചനങ്ങളാണ്. ഈ വേദഭാഗത്തിന് വളരെ മനോഹരമായ ഒരു പശ്ചാത്തലമുണ്ട്. നിങ്ങൾക്കത് പരിചിതമാണ്. സുദീർഘമായ 430 സംവത്സരക്കാലം ഇസ്രായേലിലെ ഫറവോ രാജാക്കന്മാരുടെ അടിമുഖത്തിന് കീഴിൽ പീഡയേറ്റ് പിടഞ്ഞിരുന്ന ഇസ്രായേൽ ജനത ചങ്കുപൊട്ടി കരയുകയാണ്. കാരണമുണ്ട്.
ദീർഘനാളുകൾ അടിമപ്പണിയെടുത്ത് പോന്ന നാളുകളിൽ അവർക്ക് അട്ടിക്ക് മുട്ടുവന്നില്ല. പട്ടിണി പലപ്പോഴും കിടന്നെങ്കിലും ആവശ്യത്തിന് ആഹാരം കിട്ടിയിരുന്നു. ഇപ്പോഴും അതിന് മുട്ടില്ല. പക്ഷേ ഈ അടുത്ത നാളുകളായി പിറന്നു വീഴുന്ന പുരുഷ പ്രജകളെ പിറന്നു വീഴുന്ന നിമിഷത്തിൽ കഴുത്തു ഞെരിച്ച് കൊല്ലുന്ന രംഗം അവർക്ക് താങ്ങാവുന്നതായിരുന്നില്ല. അനന്തരതലമുറ നഷ്ടപ്പെടുന്നതിന്റെ നൊമ്പരത്തിലുപരി പിഞ്ചു കുഞ്ഞുങ്ങളെ നൊന്തുപറ്റ അമ്മമാരുടെ ചങ്കുപൊട്ടുന്ന കരച്ചിൽ താങ്ങാവുന്നതല്ല. ഹൃദയമുരുകി കരയുന്ന മാതാക്കളുടെ നിലവിളി സ്വർഗത്തിൽ ദൈവത്തിന്റെ കാതുകളിൽ അലയടിച്ചു. സ്തോത്രം. ഹൃദയം തകർന്ന് നിലവിളിക്കുന്ന ഒരാളുടെ നിലവിളി കേട്ടിട്ട് കേട്ടില്ലാപ്പെട്ട് കണ്ടില്ലാപ്പെട്ട് കടന്നുപോകാൻ കഴിയുന്നവനല്ല കർത്താവ്. തന്റെ ജനം ചങ്കുപൊട്ടിക്കരഞ്ഞാൽ വിളി കേൾക്കുന്നിടത്ത് നിൽക്കും സ്വർഗത്തിലെ ദൈവം. ഈ നിലവിളി കേട്ട തമ്പുരാൻ ഹോറേബ് മലയുടെ താഴ്വാരത്തിൽ ഇറങ്ങി നിന്ന് മോശയോട് പേര് ചൊല്ലി വിളിച്ച് സംസാരിച്ചിട്ട് കൽപ്പിച്ചു, നീ ചെല്ലുക മിസ്രയീമിലേക്ക്. എന്റെ ജനത്തെ അടിമവീട്ടിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് വഴി നടത്താൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. മോശ ദൈവകൽപ്പന ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നെ അവൻ അനുസരിച്ചു. ദൈവം അവനെ ശക്തനാക്കി. അവൻ പുറപ്പെട്ടു ചെന്ന് മിസ്രയീമിൽ ഫറവോയോട് തന്റെ ജനത്തെ വിട്ടയപ്പാൻ കൽപ്പിച്ചു. ഫറവോയ്ക്ക് മനസ്സായില്ല. അപ്പോൾ ബാധകൾ ആരംഭിച്ചു. 9 ബാധകളിലും ഫറവോ വീണ്ടും ഇപ്രകാരം തന്നെ ഹൃദയം കഠിനമാക്കി. അപ്പോൾ 10ാമത്തെ ബാധ സംഭവിച്ചു. 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ പുത്ര സംഹാരം നടന്ന രാത്രിയിൽ കുരളറുക്കപ്പെട്ട് കുഞ്ഞാടിന്റെ ചോരയിൽ മറഞ്ഞ ഇസ്രയേൽ കുടുംബങ്ങൾ അവിടെ നിന്ന് കടന്നുപോന്നു. ഈ ഫറവോ രാജാവിന്റെ കൊട്ടാരം മുതൽ തടവറയിൽ കിടന്ന കുണ്ടറയിൽ കിടന്ന തടവുപുള്ളിയുടെ കടിഞ്ഞൂൽ വരെ എല്ലാവരുടെയും കടിഞ്ഞൂലുകൾ കൊല്ലപ്പെട്ട രാത്രിയിൽ ഇസ്രായേൽ മക്കൾ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടു. സ്തോത്രം. അവർ വാഗ്ദത്ത കനാലിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ വഴി നടക്കുകയാണ്. അവരിങ്ങനെ പുറപ്പെട്ട് നടന്ന് അന്നത്തെ യാത്രാ രീതി നടക്കുകയാണ്. ഈ മണലാരണ്യത്തിന്റെ ഏതോ പ്രാന്തപ്രദേശത്തു കൂടിയാണ് അവർ നടന്നിട്ടുണ്ടാവുക. അവർ നടന്ന് ഏറെ നാൾ കഴിയും മുമ്പ് ചെങ്കടൽ തീരത്തെത്തി. അവരുടെ ജീവിതത്തിലെ സീയോൻ യാത്രയിലെ ആദ്യത്തെ പ്രതിസന്ധി അവിടെ കടന്നു വരികയാണ്. അലറി മറിയുന്ന ചെങ്കടൽ അവരുടെ മുൻപിൽ ആർത്തിരമ്പുകയാണ്. ഈ കടലിനക്കരെ കടന്നിട്ട് വേണം വാഗ്ദത്ത കനാലിലേക്ക് പോകാൻ. എങ്ങനെ ഈ കടലിനക്കരെ കിടക്കും? ആഴത്തിൽ വെള്ളം കിടക്കുകയാണ്. ആഴത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ. 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3, 4, 5, 8, 10 കിലോമീറ്റർ താഴ്ചയിൽ വെള്ളം കിടന്നിരമ്പുന്ന കടലിനെ ഭേദിച്ച് അക്കരയ്ക്ക് പോവുക സുഗമമല്ല, സുസാധ്യമല്ല. ഏറെ നേരം ആലോചിച്ചതിനൊടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി. നമുക്ക് ഈ ചെങ്കടലിനെ പ്രദക്ഷിണം ചെയ്ത് അക്കരയ്ക്ക് പോകാം. ഈ തീരുമാനത്തിൽ ഉറച്ച് പുറപ്പെടാൻ ഒരുമ്പെട്ട് അവരങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ വലിയൊരു ആരവം കേട്ടു. ആരവം എന്തെന്നറിയാൻ അവർ ആവലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ പൊടിപടലം ആകാശത്തോളം ഉയർന്നു പൊങ്ങുകയാണ്. കാര്യമെന്തെന്നറിയാതെ ഞെട്ടിത്തരിച്ചു നിന്ന് ഇസ്രായേൽ ജനം പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി. ഫറവോ സൈന്യ സമേതനായി കുതിരക്കുളമ്പടി ശബ്ദത്തോടെ രഥചക്രങ്ങളുടെ അകമ്പടിയോടെ കൊടുങ്കാറ്റ് വേഗത്തിൽ കുതിച്ചെത്തുകയാണ്. 430 സംവത്സരക്കാലത്തെ പീഡനത്തിന്റെ ഭീകരതയാവുന്ന ഇസ്രായേൽ ജനം ചെങ്കടൽ തീരത്തു വീണ്ടും ചങ്കുപൊട്ടി അലറി കരഞ്ഞു. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ പ്രിയരെ, തന്റെ ജനം ചങ്കുപൊട്ടി കരഞ്ഞാൽ അത് കണ്ടിട്ട് കണ്ടില്ലാപ്പെട്ട് കടന്നു പോകുന്നവനല്ല കർത്താവ്. ചെങ്കടൽ തീരത്ത് ഉരുണ്ട് നിലവിളിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ചങ്കുപൊട്ടുന്ന നിലവിളി കേട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് സ്വസ്ഥതയില്ലാതെയായി. അവൻ ആകാശം കീറി ചെങ്കടൽ തീരത്തിറങ്ങി വന്നു. മോശ ആകെ വിവശനായി നിൽക്കുകയാണ്. മോശയോട് തമ്പുരാൻ ചോദിച്ചു, എന്താണ് മോശ നീ അസ്വസ്ഥനായിരിക്കുന്നത്? കർത്താവേ, ഈ സൈന്യം വീണ്ടും ഞങ്ങളെ പിടിച്ചാൽ ഒരു അടിമത്വത്തെ കുറിച്ച് ആലോചിപ്പാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല. അയ്യോ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവം ചോദിച്ചു, മോശ, അടിമ വീട്ടിൽ നിന്ന് വിടർത്തി ഇത്രയിടം വരെ കൊണ്ടുവരാൻ ശക്തനാണ് ഞാനെങ്കിൽ വാഗ്ദത്ത കനാലിൽ കൊണ്ടുപോകാൻ ഞാൻ ശക്തനല്ലെന്ന് നീ നനച്ചുവോ? ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ മതിയായവനാണ്. മോശ ചോദിച്ചു, യഹോവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പുഞ്ചിരി തൂകിയ തമ്പുരാൻ പറഞ്ഞു, മോശ, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ ചെങ്കടലിന് മുകളിൽ നീട്ടുക. അനുസരിക്കാൻ മാത്രം പഠിച്ച മോശ ഒരു മറുവാക്ക് ചോദിക്കാതെ തന്റെ കയ്യിലിരുന്ന വടി ചെങ്കടലിന് മുകളിൽ നീട്ടി. അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ദൈവമക്കളെ, ചരിത്രത്തിൽ അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത്, അതിനുശേഷം ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത്, ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചത് അന്ന് സംഭവിച്ചു. എന്തെന്നാൽ വെള്ളം 2ആയി പിരിഞ്ഞു, വെള്ളം ഭിത്തി പോലെ നിന്നു എന്നാണ് സത്യവേദ പുസ്തകത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ. ഈ കെട്ടിടത്തിന്റെ ഭിത്തി നിൽക്കും പോലെ പച്ചവെള്ളം എഴുന്നേറ്റ് നിന്നു എന്ന് എന്നെ അമ്പരപ്പിക്കുകയാണ്. ഇന്ന് ഒരുപക്ഷെ പലരും അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്ന് വരാം. പക്ഷെ എന്നെ അമ്പരപ്പിക്കുകയാണ്.
അമ്പരപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രതലത്തിന്റെ തടസ്സം കൂടാതെ ഏകമായി എഴുന്നേറ്റ് നിൽപ്പാൻ കരുത്തില്ലാത്ത പച്ചവെള്ളം യാതൊരു പ്രതലത്തിന്റെയും തടസ്സം കൂടാതെ എഴുന്നേറ്റ് നിന്നെന്ന് എപ്പോൾ സ്രഷ്ടാവ് കൽപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ, സമുദ്രത്തിന് അതിർത്തി നിർണയിക്കുന്നവനായ തമ്പുരാൻ കൽപ്പിച്ചാൽ പച്ചവെള്ളവും എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഈ ദൈവത്തിന് അസാധ്യമായ യാതൊരു സംഗതിയുമില്ലെന്ന് ഉള്ളത്തിൽ ബോധ്യപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ ഇനി നിന്റെ കണ്ണുകൾ നിറയേണ്ടി വരില്ല. ഈ ബോധ്യമില്ലായ്മയാണ് ദൈവ പൈതലെ നീ ഇപ്പോൾ നെടുവീർപ്പിടുന്നതിന്റെ പിന്നിലെ കാരണം. പച്ചവെള്ളം ഭിത്തി പോലെ നിന്നപ്പോൾ ചെങ്കടലിന്റെ മാറ് വിളർന്ന് 100 മീറ്റർ വീതിയിൽ മനോഹരമായ ഒരു രാജപാത വെട്ടി തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ കൽപ്പിച്ചു, മോശെ ഈ ജനത്തോട് അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിക്കുക. മോശെ പറഞ്ഞു, ഇസ്രായേലേ, ഇത് നമുക്ക് കടന്നു പോകാനുള്ള പാതയാണ്. യഹോവ കൽപ്പിച്ചിരിക്കുന്നു, കടന്നു പോകാം. ആമേൻ. ഈ ജനം ആനന്ദത്തോടെ ആർപ്പിട്ടുകൊണ്ട് ചെങ്കടലിന്റെ വിരിമാറിലേക്ക് ഇറങ്ങി നൃത്തം ചവിട്ടി മുന്നോട്ട് പോകുകയാ. ആഹാ, ആ കടന്നുപോക്കിന്റെ രംഗം എന്റെ ഉള്ളിൽ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. സ്തോത്രം. പാടിയും സ്തുതിച്ചും ആനന്ദിച്ചും അവരിങ്ങനെ യഹോവയ്ക്ക് കീർത്തനം പാടിയും ദൈവത്തെ സ്തുതിച്ചും അവന്റെ കൃപകളെ ധ്യാനിച്ചും നൃത്തം ചവിട്ടി മുന്നോട്ട് ഇങ്ങനെ ആർത്തിരമ്പി പോവുകയാണ്. 1ഉം 2ഉം പേരല്ല, 6,60,000 പുരുഷാരം. ആഹാ, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ബാലന്മാരുണ്ട്, വൃദ്ധന്മാരുണ്ട്, എല്ലാവരും ഒന്നുപോലെ ആനന്ദിക്കുകയാണ്. ഞാനിങ്ങനെ എന്റെ ഭാവനയിൽ കാണട്ടെ, ഈ കുഞ്ഞുങ്ങൾ ഇതിന് പോയാലും കുസൃതി എടുക്കും. ഇടയിലിരുന്ന് കുസൃതി എടുക്കാതിരിക്കാനാണ് യവന്മാരെ ഇവിടെ ഉപേക്ഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. ദൈവമക്കൾ ഇപ്പോഴും അവർ കുസൃതി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്കടലിന്റെ വിരിമാറിലൂടെ കടന്നുപോയപ്പോൾ കുസൃതി കുരുന്നുകളിൽ ചിലർ അവരുടെ വിരൽ കൊണ്ട് ഭിത്തിയിൽ ഇങ്ങനെ കുത്തി നോക്കി എന്ന് എനിക്കൊരു തോന്നൽ. സാധാരണ ഭിത്തിയിൽ വിരൽ കൊണ്ട് കുത്തിയാൽ ഈ വിരലങ്ങ് മടങ്ങിപ്പോകും. പക്ഷെ വെള്ളം കൊണ്ടുള്ള ഭിത്തിയിൽ വിരൽ കൊണ്ട് കുത്തിയപ്പോ വിരലങ്ങ് കയറിപ്പോയി. അവന് നല്ല തമാശയായിട്ട് തോന്നി. കൂട്ടുകാരനെ തോണ്ടി, എടാ നോക്കടാ, ഈ ഭിത്തിക്കകത്ത് കുത്തുമ്പോ വിരൽ കയറിപ്പോ. അവനും നല്ല തമാശയായിട്ട് തോന്നി, അവനും കുത്തി. എല്ലാ കൂട്ടുകാരും ഈ ഭിത്തിക്കകത്ത് കുത്തി വലിച്ച് കളിക്കാൻ തുടങ്ങി. കണ്ടു നിന്ന ഒരു കാരണവർക്ക് അപകട സൂചന കിട്ടി. ആ ചെവിക്ക് പിടിച്ച് മാറ്റി നിർത്തി. എടാ മണ്ട, ഇതിനകത്ത് കൈയിട്ട് വലിക്കുമ്പോ വല്ല കൊമ്പൻ സ്രാഗം നിന്നെ വെട്ടിക്കൊണ്ടുപോയാൽ നിന്റെ പൊടി പോലും കിട്ടത്തില്ല, മാറി നടക്കടാ. തൽക്കാലത്തേക്ക് അവൻ മാറി നിന്നെങ്കിലും അപ്പന്റെ കണ്ണ് തെറ്റിയപ്പോ വീണ്ടും അവൻ കുത്താനും വലിക്കാനും തുടങ്ങി. അത് തന്നെ ഇവിടെ ഇരിക്കുന്ന സന്താനങ്ങളുടെയും കുഴപ്പം. അത് തന്നെയാ നമ്മുടെയും പഴയ കാലത്തെ കുഴപ്പം. ആമേ. നമ്മൾ ആരും അത്ര പുണ്യവാന്മാരൊന്നുമല്ല, ഇന്നിങ്ങനെ ആയിരിക്കുകയാണ്. ആമേ. ഈ ആനന്ദകരമായ യാത്ര നടന്ന് 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 ഈ ചെങ്കടലിന്റെ മധ്യഭാഗത്ത് എത്തുമ്പോ മോശ വലിയ ഞെട്ടലോടെ ഒരു കാഴ്ച കണ്ടു. ഫറവോയുടെ സൈന്യമെന്ന് ചെങ്കടൽ തീരത്തേക്ക് അടുക്കുകയാണ്. അവൻ അലറി വിളിച്ചു, യഹോവേ, ഞങ്ങൾ എന്ത് ചെയ്യും? അവർ കുതിരപ്പുറത്താണ്, രഥങ്ങളിലാണ്, ഞങ്ങളോ കൽക്കടക്കാരാണ്, പിടികൂടുമല്ലോ. അപ്പോൾ ദൈവം പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, മോശ, ഞാനല്ലേ നിങ്ങളെ കൊണ്ടുവന്നവൻ, ഞാൻ തന്നെ അതിന് സംരക്ഷകനായി മാറാം. യഹോവയുടെ തേജസ് ഫറവോയുടെ സൈന്യത്തിന്റെ മുമ്പിൽ അന്ധകാരമായി വ്യാപിച്ചു. നട്ടുച്ചയ്ക്ക് പാതിരാത്രി വന്നപ്പോ ഫറവോയ്ക്കൊന്നും മനസ്സിലായില്ല. ഫറവോ പറഞ്ഞു, നോക്കടാ, പെട്ടെന്ന് പാതിരാവന്നിരിക്കുന്നു, രാത്രിയിൽ പടയോട്ടം സാധ്യമല്ല, അവര് പോയാലും ഏറെ ദൂരം പോകില്ല, കാരണം നടന്നിട്ടല്ലേ പോകുന്നത്. നമുക്കൊന്ന് ഉറങ്ങിത്തെളിഞ്ഞിട്ട് അടുത്ത പ്രഭാതത്തിൽ പാഞ്ഞു ചെന്ന് അവന്മാരെ പിടിക്കാം. ചെങ്കടൽ പിളർന്നത് സത്യത്തിൽ ഫറവോ അപ്പോൾ കണ്ടിട്ടില്ല. ഫറവോ വിരിയിട്ട് കിടന്നു, സുഖമായിട്ട് ഉറങ്ങി. ദൈവമാണ് ഇരുട്ട് വരുത്തിയതെന്ന് ഫറവോ തിരിച്ചറിഞ്ഞില്ല. ദൈവമക്കളെ, ഇസ്രായേൽ സൈന്യമാർ തിരമ്പി കടന്ന് അക്കരയെത്തി. എല്ലാവരും കയറി തീരാറായപ്പോ യഹോവ ചോദിച്ചു, മോശെ, എല്ലാവരും കടന്നു കഴിഞ്ഞുവോ? യഹോവ, ഇനി ഞാൻ ഏകൻ മാത്രം, നീയും കൂടെ കരയ്ക്ക് കടന്നു നിൽക്കുക. അതിനിടയിൽ ദൈവത്തിന്റെ തേജസ് ഫറവോയുടെ സൈന്യത്തിന്റെ മുമ്പിൽ നിന്ന് മാറി. പച്ചപ്പാതിരായിക്ക് നട്ടുച്ചയായി മാറിയത് കണ്ട് ഞെട്ടിയുണർന്ന ഫറവോ കണ്ണു തിരുമി. ഈ വെളിച്ചത്തോട് താതാത്മ്യപ്പെടാൻ സസൂക്ഷ്മം നോക്കുമ്പോൾ ഞെട്ടലോടെ അവനൊരു കാഴ്ച കണ്ടു. ചെങ്കടൽ പിളർന്നിരിക്കുന്നു, ഇസ്രായേൽ സൈന്യം രക്ഷപ്പെട്ടിരിക്കുന്നു. നോക്ക്, 430 സംവത്സരം തങ്ങളുടെ രാജ്യം കെട്ടിപ്പടുത്ത അടിമകൾ ഇന്ന് രക്ഷപ്പെട്ടാൽ നാളെ ആര് രാജ്യം പണിയും? വിടരുത്, അവരെ പിടിക്കുക. ഫറവോ നോക്കുമ്പോൾ ഈ കടൽ പൂർവ്വസ്ഥിതിയിലായാൽ പിന്നെ അവരെ പിടിക്കുക പ്രയാസമാണ്. അപ്പോൾ ഫറവോ ഒരു തീരുമാനമെടുത്തു, ഇനി ഒന്നും ആലോചിക്കേണ്ട, ഇതിലൂടെ തന്നെ നമുക്ക് അവരെ പിന്തുടരാം. അവിടെ ഫറവോയ്ക്ക് ഒരു തെറ്റുപറ്റി. എന്തെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം സ്വന്തം ജനത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി വെട്ടിത്തുറന്ന പാതയിലൂടെ ശത്രു കടക്കരുത്. കടന്നാൽ സ്വന്തം ജനത്തിന്റെ രക്ഷാപാത ശത്രുവിന്റെ മരണപാതയായി പരിണമിക്കും. ഫറവോ വൈകാതെ അത് അനുഭവിച്ചു. പക്ഷെ അവന് തിരുത്താൻ സമയം കിട്ടിയില്ല. കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ ചെങ്കടലിന്റെ വിരിമാറിൽ ഇറങ്ങി പാഞ്ഞെടുക്കുകയാണ് ഫറവോയുടെ സൈന്യം. ഇത് കണ്ട യഹോവയ്ക്ക് നല്ലൊരു തമാശ തോന്നി. യഹോവ അവിടെ കുതിരകൾക്ക് ഭ്രാന്ത് പിടിപ്പിച്ചു. കുതിരകൾ മുൻപോട്ട് പോകേണ്ടതിന് പകരം വെള്ളത്തിലേക്ക് ഊളിയിട്ട് കയറാനും വട്ടം കറങ്ങാനും തുടങ്ങി. ദൈവമക്കളെ, രഥചക്രങ്ങൾ ചളിയിൽ പൂണ്ട് ഓടാൻ വയ്യാതെയായി. ഈ ചെങ്കടലിന്റെ നടുവിൽ അവരെ
എത്തിയപ്പോൾ 2-3 കിലോമീറ്റർ പൊക്കത്തിൽ വെള്ളം ഭിത്തി പോലെ നിൽക്കുകയാണ്. പടയോട്ടം സാധ്യമാകാതെ വന്നപ്പോൾ ഫറവോയുടെ സൈന്യം വിരണ്ടു. അവർ പറഞ്ഞു, അയ്യോ, ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലാണ്, നമ്മൾ ഏതായാലും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല, തിരിച്ചു പോകാം. പക്ഷെ തിരിച്ചു പോകാൻ നോക്കിയിട്ടും രഥങ്ങൾ മുൻപോട്ട് പോകുന്നില്ല. കുതിരകൾ ഭ്രാന്ത് പിടിച്ച് വട്ടമോടുകയാണ്. ദൈവമക്കളെ, ഈ ചെങ്കടലിന്റെ മധ്യത്തിൽ വിഭ്രമം പൂണ്ട് ഫറവോയുടെ സൈന്യം തെക്ക് വടക്ക് ഓടുമ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയോട് ചോദിച്ചു, മോശേ, എല്ലാവരും കടന്നു കഴിഞ്ഞില്ലേ? കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇക്കരെ നിൽക്കുകയാണ്. എങ്കിൽ മോശ 2ാം പ്രാവശ്യവും നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ ചെങ്കടൽ മുകളിൽ നീട്ടുക. അനുസരിക്കാൻ മാത്രം പഠിച്ച മോശ തന്റെ വടി ചെങ്കടൽ മുകളിൽ നീട്ടി. അപ്പോൾ വാവിളർന്നിരുന്നൊരു മുതല വായടയ്ക്കുമ്പോൾ ഠപ് എന്നൊരു ശബ്ദത്തോടെ ചെങ്കടൽ വായടച്ചു. പ്രിയരെ, പിന്നെ സംഭവിച്ചത് ചരിത്രത്തിലുണ്ട്. ഫറവോയുടെ സൈന്യത്തിൽ ഒന്നുപോലും രക്ഷപ്പെട്ടില്ല. സകല കുതിരകളും ചത്തൊടുങ്ങി, സകല പടയാളികളും വീർപ്പുമുട്ടി ചത്തു. രഥചക്രങ്ങൾ ഉടഞ്ഞു തകർന്ന് ജലപ്പരപ്പിൽ ഒഴുകി നടന്നു. ഇസ്രായേൽ സൈന്യം അത് കണ്ട് ആർത്ത് സ്തുതിച്ചു. അന്ന് സന്ധ്യാകാലത്ത് ചെങ്കടൽ തീരത്ത് വിരിയിട്ട് സ്വസ്ഥമായി ഇറങ്ങിയ ഇസ്രായേലിന്റെ മനസ്സിൽ അപ്പോൾ ആവലുണ്ടായിരുന്നില്ല. പിന്നിൽ ഒരു ശത്രു വരുമെന്ന് ഭീതി ഉണ്ടായിരുന്നില്ല. രക്ഷയുടെ ആനന്ദം ആവത് നുകർന്ന് ആനന്ദത്തോടെ ചെങ്കടൽ തീരത്ത് അന്തിയുറങ്ങി ഉണർന്ന ഇസ്രായേൽ ജനം കണ്ടതെന്തെന്നറിയാമോ? ചെങ്കടൽ തീരത്ത് അടിഞ്ഞുകൂടി കിടക്കുകയാണ് പടയാളികളുടെയും കുതിരകളുടെയും പിണങ്ങൾ. ഇത് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം ആനന്ദം കൊണ്ട് ത്രസിച്ചു. 430 സംവത്സരം തങ്ങളുടെ ചോര ഊറ്റി കുടിച്ച വേതാളങ്ങൾ പട്ടുകിടക്കുന്ന കാഴ്ച ആരെയാണ് ആനന്ദിപ്പിക്കാത്തത്? ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്നപ്പോ മോശയുടെയും അഹരോന്റെയും സഹോദരിയായ മിരിയാം ആ ഉള്ളിലൊന്ന് ചിരിച്ചു. എന്നിട്ട് അവൾ തന്റെ ബാണ്ഡമടിച്ച് അതിൽ നിന്ന് തപ്പ് പുറത്തെടുത്തു. മിരിയാം തപ്പെടുത്തപ്പോൾ ഇസ്രായേലിലെ കന്യകമാർക്ക് കാര്യം മനസ്സിലായി. അവൾ പാട്ടുപാടി നൃത്തം ചെയ്യാൻ പോവുകയാണ്. അവരും തങ്ങളുടെ ബാണ്ഡമടിച്ച് തപ്പുകൾ പുറത്തെടുത്തു. അന്ന് പ്രഭാത സമയത്ത് ദൈവമക്കളെ ചെങ്കടലിന്റെ അക്കരെ ഈ മിരിയാമിന്റെ നേതൃത്വത്തിൽ മധുര മനോഹരമായ ഒരു നൃത്തഘോഷം അരങ്ങ് തകർത്തു. അന്ന് മിരിയാം പാടിയ പാട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 1 മുതൽ 21 വരെ തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ മിരിയാമിന്റെ മധുര മനോഹരമായ ഗാനം അവിടെ ഉണ്ട്. ആ പാട്ട് ഞാനിപ്പോൾ പാടുമെന്ന് കൊതിച്ച് നിങ്ങൾ ചിലരെ നോക്കുന്നുണ്ട്. ഞാൻ ആ പാട്ട് പാടുന്നില്ല. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഞാൻ ഈ വേദപുസ്തകത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ളവർ, അഥവാ എന്നെ വിശ്വാസമില്ലാത്തവർ മാത്രം വേദപുസ്തകം പരിശോധിച്ചാൽ മതി. അല്ലാത്തവരെല്ലാം നിങ്ങളുടെ മുഖം എനിക്ക് വേണം, നിങ്ങളുടെ കണ്ണുകൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാനത് കൊതിക്കുകയാണ്. അതുകൊണ്ട് എന്നെ വിശ്വാസമില്ലാത്തവരിന് വേദപുസ്തകം നോക്കിയാൽ മതി, അല്ലാത്തവരും നോക്കണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ ഗാനം മിരിയാം പാടിക്കൊണ്ടിരുന്നു. ദൈവമക്കളെ, ആ പാട്ടിനെ കുറിച്ച്, മിരിയാമിന്റെ പാട്ട് ഞാൻ പാടുന്നില്ല, പക്ഷെ മിരിയാമിന്റെ പാട്ടിനെ കുറിച്ച് മറ്റൊരു പാട്ടുകാരൻ പാടിയ മധുരമായ ഒരു പാട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരികയാണ്. നിങ്ങൾക്ക് ആ പാട്ട് അറിയുമെന്നാണ് എന്റെ വിചാരം. നമ്മളതൊന്ന് പാടി നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ കടന്നു മിരിയാം തൻ കൈയിൽ തപ്പെടുത്താർത്തതുപോൽ. ചെങ്കടൽ കടന്നു മിരിയാം തൻ കൈയിൽ തപ്പെടുത്താർത്തതുപോൽ. പാപത്തിൽ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിതാ, പാപത്തിൽ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിതാ. ഞാൻ നിന്നെ ആരാധിക്കാം കർത്താവിനെ, ആത്മാവിൽ ആരാധിക്കാം. ഞാൻ നിന്നെ, എല്ലാവരും പാടും, ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആമേൻ. ആരാധിച്ചിടുന്നിതാ. അഴിയും ഒഴിയും നിർമ്മിച്ച നാഥനെ, അഴിയും ഒഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു ആരാധിച്ചിടുന്നിതാ. ചെങ്കടൽ കടന്നു മിരിയാം തൻ കൈയിൽ തപ്പെടുത്താർത്തതുപോൽ. ആമേൻ. ചെങ്കടൽ കടന്നു മിരിയാം തൻ കൈയിൽ തപ്പെടുത്താർത്തതുപോൽ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിതാ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിതാ. നിന്നെ ആരാധിക്കാം
ചെങ്കടൽ തീരത്ത് മധുര മനോഹരമായ നൃത്തഘോഷം മിരിയാമിന്റെ നേതൃത്വത്തിൽ അരങ്ങ് തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. അനന്തരം സംഭവിച്ച സംഗതിയാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ പഠനത്തിനായിട്ട് വായിച്ചു കേൾപ്പിച്ചത്. പശ്ചാത്തലമാണ് ഇത്രയും നേരം പറഞ്ഞത്. അനന്തരം മോശെ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു, ശൂർ മരുഭൂമിയിലേക്ക് വഴി നടത്തി. ഇപ്പോൾ ഇസ്രയേൽ ജനം സിയോനിലേക്കുള്ള സഞ്ചാരത്തിന്റെ 2 കടമ്പകൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, മിസ്രയീമിൽ വെച്ച് കുരളറക്കപ്പെട്ട കുഞ്ഞാടിന്റെ തങ്കച്ചോറയിൽ മറയപ്പെട്ട രാത്രിയിൽ സംഹാരകന്റെ വാളിൽ നിന്നും ഫറവോയുടെ പിടിയിൽ നിന്നും വിടുവിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2, ചെങ്കടലിൽ ഉള്ളിലൂടെ കടന്ന് സ്നാനപ്പെട്ട് വാഗ്ദത്ത കനാനിൽ കാലുകുത്താൻ അവകാശം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ 2 കടമ്പ നമ്മളും കടന്നതാണ്. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ ഇസ്രയേൽ നമ്മളാകുന്നു പ്രിയരെ. അത് പുരാതന ഇസ്രയേൽ, ഇത് ആധുനിക ഇസ്രയേൽ. അവർ പോയത് ലൗകിക കനാനിലേക്ക്, നമ്മൾ പോകുന്നത് സ്വർഗീയ കനാനിലേക്ക്. സ്തോത്രം. നമുക്കൊരു കുഞ്ഞാട് കുരളറുക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലിൽ യാഗമായ കുഞ്ഞാട് നിഴലായിരുന്നു. കാലത്തിന്റെ പൂർത്തീകരണത്തിൽ ഏതെങ്കിലും വാഗ്ദാനത്തിന്റെ നിവർത്തീകരണമായി കന്യകയിലുരുവായി കല്ലിടാവിൽ പിറന്നവൻ കാനാവിൽ ആരംഭിച്ച് കാൽവരിയിൽ അവസാനിപ്പിച്ച പരമോന്നതയാകത്താൽ എനിക്കും നിനക്കും മോചനം തരുവാൻ നമ്മുടെ പെസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നെ. അവന്റെ ചങ്കിൽ നിന്ന് ഒഴുക്കപ്പെട്ട തങ്കച്ചോരയാൽ ഞാനും നിങ്ങളും സാത്താനാകുന്ന ഫറവോയുടെ അടിമതുകത്തിന് കീഴിൽ നിന്നും പൈശാചികന്റെ സംഹാരവാളിൽ നിന്നും വിടുവിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഒന്നാമത്തെ കടമ്പ അങ്ങനെ കടന്ന് നമ്മൾ വീണ്ടും വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരും കർത്താവിന് മണവാട്ടിയായി മുദ്ര കുത്തപ്പെട്ടവരുമായി വാഗ്ദത്ത നാട്ടിൽ കാലുകുത്താൻ അവകാശം പ്രാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങൾ പഠിക്കുമ്പോൾ നിക്കോദീമോസ് എന്ന ചെറുപ്പക്കാരന്റെ ചോദ്യത്തിന് മശിഹായുടെ മറുപടി ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു നിക്കോദീമോസ്, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിച്ചാൽ അല്ലാതെ ഒരുവനും ദൈവരാജ്യം കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് ലൗകിക കനാലിൽ കടക്കുവാൻ അവകാശം കിട്ടേണ്ടതിനാണ് ഇസ്രയേൽ ജനം ചെങ്കടലിലൂടെ കടന്ന് സ്നാനപ്പെട്ടത് എന്ന് വിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഴുതുന്നു. അവർ വെള്ളത്തിനുള്ളിലൂടെയും മേഘത്തിനുള്ളിലൂടെയും കടന്ന് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനപ്പെട്ടു. അവർ ചെങ്കടലിലൂടെ കടന്നത് സ്നാനത്തിനൊരു മുൻകുറി എന്ന് രേഖപ്പെടുത്തുമ്പോ ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മളും കഴുകപ്പെട്ടിട്ട് കനാന് അവകാശം പറയുന്നത്. സ്തോത്രം. അപ്പോഴിവിടെ ഒരു വലിയ കർമ്മപ്രശ്നം നിൽക്കുന്നുണ്ട്. ആർക്കും എന്നോട് പരിഭവം തോന്നരുത്. എപ്പോൾ കഴുകപ്പെടണം? പലരും പഠിപ്പിക്കുന്നത് പ്രായപൂർത്തിയാകാതെ സ്നാനപ്പെട്ടാൽ അത് സ്നാനമായി അംഗീകരിക്കപ്പെടില്ല, അങ്ങനെ സ്നാനപ്പെട്ടവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ പലരും പിന്നെയും പിന്നെയും സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് തന്നെ മടങ്ങുകയാണ്. ഈ അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ ശിശുക്കൾക്ക് സ്നാനം കൊടുക്കുന്നത് തെറ്റാണെന്ന് വരുമല്ലോ. മോശ ഒരു മണ്ടനാകാൻ സാധ്യതയില്ല. മിസ്രൈമിലെ രാജകൊട്ടാരത്തിൽ വളർന്നവനാണ്, രാജകീയമായ വിദ്യാഭ്യാസം നേടിയവനാണ്, ദൈവകൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നവനാണ്, ദീർഘദർശിയാണ്. ഈ മോശയ്ക്ക് മിസ്രൈമിൽ നിന്ന് പോരും മുമ്പേ കാര്യമറിയാൻ ചെങ്കടൽ കടക്കേണ്ടി വരും. ചെങ്കടൽ കടക്കുന്നത് സ്നാനമെന്ന് എണ്ണപ്പെടും. അങ്ങനെയാണെങ്കിൽ പിള്ളേരെ കൊണ്ടുപോകാൻ പാടില്ല, കുഞ്ഞുങ്ങൾക്ക് സ്നാനപ്പെടാൻ പാടില്ല, അത് പ്രമാണ ലംഘനമാണ്. അതുകൊണ്ട് മോശ മിസ്രൈമിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കാണണം, പ്രിയപ്പെട്ട മക്കളെ ക്ഷമിക്കണം, ഞങ്ങൾ മുതിർന്നവർക്ക് മാത്രമേ ഈ യാത്രയിൽ എൻട്രി കിട്ടിയിട്ടുള്ളൂ. പോകുന്ന വഴിയിൽ സ്നാനപ്പെടേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും അതിനുള്ള പ്രായമായിട്ടില്ല. ദയവായി നിങ്ങൾ മിസ്രയീമിൽ താമസിക്കുക, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പ്രായപൂർത്തിയാകുമ്പോൾ നിങ്ങളും പിന്നാലെ വന്നുകൊള്ളുക എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ മിസ്രയീമിൽ വിട്ടിട്ട് മുതിർന്നവരെ മാത്രമേ മോശ കൊണ്ടുവന്നുള്ളൂ എന്ന് എനിക്ക് എന്റെ നിഷ്കളങ്കതയിൽ തോന്നുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഇവരോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ലേ? സോറി, എനിക്കെന്തോ തെറ്റുപറ്റിപ്പോയതാ. ബഹ്റിനിൽ എത്തിയപ്പോഴേക്കും ബുദ്ധിക്കെന്തോ കുഴപ്പമുണ്ടായി എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിള്ളേരെ കൊണ്ടുവന്നു. മോശയ്ക്ക് അന്നേരം അതേക്കുറിച്ച് ബോധ്യമില്ലായിരുന്നു. ചെങ്കടൽ തീരത്തെത്തി ചെങ്കടൽ പിളർന്നു കഴിഞ്ഞപ്പോൾ ആ മോശയ്ക്ക് ബോധമുദിച്ചത്, അയ്യടാ കഷ്ടം, ഈ പിള്ളേരെ എങ്ങനെ കൊണ്ടുപോകും? ഇതിനുള്ളിലൂടെ കൊണ്ടുപോയാൽ ഇത് സ്നാനമായി എണ്ണപ്പെടും. കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, അവർക്ക് വിശ്വസിക്കാനുള്ള പരുവം വന്നിട്ടില്ല. അപ്പൊ മോശ കുഞ്ഞുങ്ങളോട് വളരെ വിനയത്തോട് പറഞ്ഞു, മക്കളെ മാപ്പാക്കണം, കൊണ്ടുപോകാൻ കഴിയില്ല, നിങ്ങൾ ചെങ്കടൽ തീരത്തിരിക്കുക, ഞങ്ങൾ മുതിർന്നവർ അക്കരയ്ക്ക് പോവുകയാണ്. പിന്നെ പ്രായപൂർത്തിയാകുന്നവരിറങ്ങി അക്കരയ്ക്ക് അങ്ങ് പോന്നേക്കണം, ഞങ്ങളുടെ പിന്നാലെ വന്നാൽ മതി, വഴി ഞങ്ങൾ വെട്ടി തുറന്നിട്ടിരിക്കും. അങ്ങനെ പിള്ളേരെ ചെങ്കടൽ തീരത്തിരുത്തി മോശ പ്രായപൂർത്തിയായവരെ മാത്രം അക്കരയ്ക്ക് കൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ആരും മിണ്ടുന്നില്ല, തോന്നുന്നില്ല. സോറി, അപ്പൊ എനിക്ക് വീണ്ടും തെറ്റുപറ്റി. മൂന്നാമതൊരു കാര്യം ഇങ്ങനെ ആലോചിക്കാം, വിരോധമൊന്നുമില്ലല്ലോ. ദൈവമക്കളെ, അപ്പൊ മോശ വളരെ ബുദ്ധിമാനാണ്. മോശ ഇരുന്നാലോചിച്ച് എന്ത് ചെയ്യും? പെട്ടെന്നാണ് മോശയ്ക്ക് ബുദ്ധി ഉദിച്ചത്. മോശ ഈ ഇസ്രായേൽ കുലത്തിന് നല്ല കൂറ്റന്മാരായ 14,000 ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഓടി അക്കരെ കയറി നിൽക്കാൻ പറഞ്ഞു. എന്തിനാ യജമാനെ ചോദിച്ചു. അത് അക്കരെ ചെല്ലുമ്പോ പറയാന്ന് പറഞ്ഞു. അവർ ഓടി അക്കരെ ചെന്ന് എന്തിനും തയ്യാറായി അരമുറുക്കി നിൽക്കുമ്പോ ഇക്കരെ നിന്ന് 14,000 മല്ലന്മാരോട് മോശ പറഞ്ഞു, എടാ വേഗം വക ഈ പിള്ളാരെ പെറുക്കി മുകളിലൂടെ വിട്ടുകൊടുത്ത് അക്കരെ നിൽക്കുന്നവർ പിടിച്ചിട്ട് താഴെ നിർത്തിട്ട് ഉള്ളിലൂടെ പോയാൽ അത് പ്രമാണ ലംഘനാണ്, മോളിൽ കൂടെ വിടുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ എറിഞ്ഞിട്ടായിരിക്കും പിള്ളേരെ കൊണ്ടുപോയതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നു? അപ്പൊ നിങ്ങൾ അവസാനം എന്താ പറയുക? ഈ പിള്ളേരെ മോശ കടലിനുള്ളിലൂടെ കൊണ്ടുപോയെന്ന. അപ്പൊ അത് പ്രമാണ ലംഘനായില്ലേ? മോശ ചെയ്തത് തെറ്റല്ലെങ്കിൽ ഇന്ന് പൗരാണിക സഭകൾ ചെയ്യുന്നത് തെറ്റല്ല. കുഞ്ഞുങ്ങൾക്ക് സ്നാനപ്പെടാൻ അർഹതയുണ്ട്. വേര് വിശുദ്ധമെങ്കിൽ കൊമ്പും വിശുദ്ധമെന്ന പ്രമാണം നമ്മൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഈ മാനദണ്ഡത്തെ കുറിച്ചൊന്നും കൂടുതൽ പറയാൻ ഞാൻ നിൽക്കുന്നില്ല. സാന്ദർഭികമായി ഞാൻ പറഞ്ഞു പോയല്ലോ, അത് സ്നാനപ്പെട്ടാൽ മാത്രമേ കനാലിൽ കടക്കാൻ കഴിയൂ. സ്തോത്രം. അതുകൊണ്ടാണ് അവരെ ചെങ്കടലിനുള്ളിലൂടെ കടത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്നത്. അത് ധാരാളമായി ഇനിയും വേണ്ട. അങ്ങനെ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു, കനാലിൽ കടക്കാൻ അവകാശം നേടി. ഇനിയുള്ള യാത്രയാണ് യഥാർത്ഥ സിയോൻ യാത്ര. സ്തോത്രം. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു ശൂർ മരുഭൂമിയിലേക്ക് വഴി നടത്തി. മരുഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മരുഭൂമിയുടെ സകല ഭീകരതയും നല്ലവണ്ണം അറിയുന്ന നിങ്ങളോട് ഞാനവിടെ വന്ന് മരുഭൂമിയുടെ ഭീകരതയെ കുറിച്ച് പ്രസംഗിച്ച് മണ്ടനാകാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ മലയാളിയെ സംബന്ധിച്ച് അവൻ പലപ്പോഴും മരുഭൂമിയുടെ ഭീകരത അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടെന്നാൽ മലയാളക്കര പറുദീസയാണ്. ആമേൻ. ലോകത്തുള്ള ഏറ്റവും മനോഹരമായ പറുദീസ ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി കേരളമെന്നാണ്. ആമേൻ. എന്താ കാണുന്നത്? ഹരിതവർണ്ണാഭമായ പച്ച പട്ടുപുതച്ച സുന്ദരിയായ മലയാളക്കര ഇങ്ങനെ നാണം കുണുങ്ങി നിൽക്കുകയാണ്. കളകളാരവം പൊഴിച്ചും തത്തിക്കളിച്ചും നൃത്തം ചവിട്ടിയും പരന്നൊഴുകുന്ന നദികളെത്ര, പുഴകളെത്ര, അരുവികളെത്ര, പിന്നെ കുളങ്ങളെത്ര, കിണറുകളെത്ര. എവിടെ തിരിഞ്ഞു നോക്കിയാലും പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ, മറ്റൊന്നും കാണാനില്ല. കണ്ണിനേറ്റവും ആനന്ദമേകുന്ന മനോഹരമായ ഹരിതവർണ്ണം കൊണ്ട് പട്ടുപതച്ചിരിക്കുന്ന സുന്ദരിയായ മലയാളക്കരയിൽ ജനിച്ചു വളർന്ന മലയാളിയോളം മഹാഭാഗ്യവാൻ ലോകത്ത് മറ്റെങ്ങുള്ളൂ പ്രിയര്. എന്നാൽ ഈ മലയാളിയോളം വക്രവാദിയും ദുഷ്ടനും നീചനും നികൃഷ്ടനും ലോകത്ത് വേറെ എങ്ങുണ്ട് പ്രിയര്? ഞാൻ തെറ്റുവല്ലം പറഞ്ഞില്ല. സത്യം, ലോകത്ത് എല്ലായിടത്തും ഇവൻ എത്തിയിട്ടുണ്ട്, എല്ലായിടത്തും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ആമേൻ. ദൈവമക്കളെ, മലയാളക്കര മനോഹരമായ ഒരു പ്രതീക്ഷയാണ്. മലയാളിക്ക് മരുഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. പക്ഷെ നിങ്ങൾക്കത് നല്ലവണ്ണം അറിയാം. ചൂടും തണുപ്പും അറിയുന്നവരാണ് നിങ്ങൾ. മരുഭൂമിയിലൂടെയുള്ള പ്രയാണം അത് സുഗമമല്ല, ഒരിക്കലും അത് സന്തോഷകരമല്ല. ഒരു 1.5 കൊല്ലം മുമ്പ് എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു പറ്റം ദൈവവേലക്കാർ നോർത്ത് ഇന്ത്യയിൽ 1 മാസത്തെ ടൂറിന് പോയി. നോർത്ത് ഇന്ത്യയിലെ കാലാവസ്ഥയെ കുറിച്ച് നല്ല ബോധ്യമില്ലാതിരുന്ന അവർ പോയത് AC ഇല്ലാത്ത വണ്ടിയിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചുട്ടുകൊള്ളുന്ന ചൂടാണ്. ഒരിടത്തും വണ്ടി നിർത്താൻ ഒക്കില്ല, നിർത്തിയാൽ പൊള്ളി ചത്തുപോകും. AC ഇല്ലാത്തത് കൊണ്ട് പിന്നെ അവരുടെ ആശ്രയം PC ആയി മാറി. PC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, പുറം കാറ്റ്. ദൈവമക്കളെ, വണ്ടി നിർത്താനൊക്കില്ല. തിരിച്ചു വന്നിട്ട് എന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾ ഞാൻ മറന്നിട്ടില്ല. ഒരു ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ആഹാരം പാകപ്പെടുത്തി കഴിച്ചിട്ട് പുറപ്പെടാൻ നിന്നാൽ പുറപ്പെടുമ്പോൾ 8 മണിയാകും. അപ്പോഴേക്കും കാലാവസ്ഥ ചൂടാകും. ഒടുവിൽ ഒരുത്തൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു മരം കാണുമ്പോൾ മരത്തിന്റെ കീഴിലിരുന്ന് ഈ അപ്പം ഭക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് അതിരാവിലെ പുറപ്പെടാം. അതെല്ലാവർക്കും സമ്മതമായി. പാകപ്പെടുത്തി ആഹാരം വാഹനത്തിൽ കയറ്റി 6 മണിക്ക് വണ്ടി ഓടാൻ ആരംഭിച്ചു. വൈകുന്നേരം 8 മണിക്ക് അടുത്ത സ്റ്റേഷനിൽ വണ്ടി എത്തുമ്പോഴും രാവിലെ വണ്ടിയിൽ കയറ്റി ആഹാരം ഇവർ കഴിച്ചില്ലെന്ന് പറയുമ്പോ നിങ്ങൾ ഓർക്കും വിശക്കാഞ്ഞിട്ടാണെന്ന്. വിശക്കാഞ്ഞിട്ടല്ല പ്രിയര്. 14 മണിക്കൂർ നേരം നിർത്താതെ വണ്ടി ഓടിച്ച ദൂരത്തെങ്ങും ഒരു മരം കണ്ടില്ലെന്നോ, മരത്തിന്റെ കീഴിലിരുന്ന് അപ്പം ഭക്ഷിക്കാൻ. അത്രമാത്രം ചുട്ടുപൊള്ളുന്ന ചൂടുള്ള മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന കാൽനടക്കാരുടെ കഥ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ദൈവമക്കളെ, അത് ഭീകരമാണ്. നിങ്ങൾക്കത് നല്ലവണ്ണം അറിയാം. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ ഭീകരത സിയോൻ യാത്രക്കാർ
യാത്രക്കാരന്റെ അവകാശമാണ്. ഹല്ലേലൂയ. സിയോനിലേക്കാണ് സഞ്ചാരമെങ്കിൽ മരുഭൂമിയിലൂടെ കടന്നു പോകണം. മരുഭൂമിയിലൂടെ കടന്നു പോകാതെ സിയോനിൽ കടക്കാൻ കഴിയില്ല. ഇത് ഇന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ക്രൈസ്തവ ജീവിതം പൂമെത്തയല്ല മക്കളെ, മുൾമെത്തയാണ്. മുൾമെത്ത ചുട്ടുകൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നുപോയിട്ടാണ് ഒരു ദൈവ പൈതൽ കനാൻ നാട്ടിൽ കാലുകുത്തുക. ഈ ചുട്ടുകൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നുകൂടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അബദ്ധം പറയുകയാണ്. സിയോനിലേക്കാണ് സഞ്ചാരമെങ്കിൽ ഈ മരുഭൂപ്രയാണം നിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്ന് ഈ ഹാളിനകത്ത് വചനം കേൾക്കുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ മരുഭൂമി പോലെ ചുട്ടുകൊള്ളുന്ന വരണ്ടുണങ്ങിയ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ ചുട്ടുകൊള്ളുന്ന നീറുന്ന മനസ്സുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും കെട്ടുതാലി കഴുത്തിൽ വീഴാത്ത ജീവിത പങ്കാളിയെ കിട്ടാത്ത അനേകർ ചുട്ടുകൊള്ളുന്ന ജീവിതാനുഭവമായി ഇവിടെ ഇരിപ്പുണ്ട്. വിവാഹാനന്തരം വളരെ പ്രതീക്ഷയോടെ കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഭർത്താവിൽ നിന്ന് ഒരിറ്റ സ്നേഹമോ ഒരു സാന്ത്വന വാക്കോ കിട്ടാതെ 10, 15, 20, 28 വർഷമായി രാത്രികാലങ്ങളിൽ നെടുവീർപ്പിട്ട് കാലം പോക്കുന്ന ചുട്ടുകൊള്ളുന്ന കൈപ്പേറിയ ജീവിതാനുഭവങ്ങളുടെ ഉടമകൾ ഇതിനകത്തിരിപ്പുണ്ട്. അയ്യോ, പ്രതീക്ഷയോടെ വിവാഹം കഴിച്ച ഭാര്യ ഒരു വാക്ക് അനുസരണമില്ലാതെ നിഷേധിയായി മാറുമ്പോ മനസ്സിന്റെ താളം തെറ്റുമോ എന്ന് പോലും ഭയപ്പെട്ടിട്ട് ചുട്ടുകൊള്ളുന്ന ജീവിതാനുഭവത്തിൽ ആരും കാണാതെ മാറിയില്ലെന്ന് കരയുമ്പോഴും മറ്റുള്ളവർ മുമ്പിൽ മനോഹരമായ നാടകം കളിക്കുന്ന ചില പുരുഷന്മാരുടെ ഇരിപ്പുണ്ട്. ദൈവമക്കളെ, മാരകമായ രോഗം ജീവിതത്തെ ഗ്രസിച്ചിട്ട് എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ നൊമ്പരപ്പെട്ടിട്ട് അയ്യോ ചികിത്സിച്ച് മടുത്ത് പലരും ഇവിടെ ഇരിപ്പുണ്ട്. ഈ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ തന്നെ അതോടൊപ്പം നമുക്ക് പരീക്ഷകൾ ഉണ്ടാകുന്നു. ദൈവമക്കളെ, ഒന്നോർക്കുക, ഈ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് പൂമെത്തയല്ല, മുൾമെത്തയാണ്. മുൾമെത്ത അത് പീഡനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഞെരുക്കത്തിന്റെയും പ്രയാസത്തിന്റെയും കാലമാണ്. അത് നല്ലവണ്ണം ഈ ജനത അറിഞ്ഞെങ്കിൽ മുഖം വാഴുകയില്ലായിരുന്നു. സ്തോത്രം. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ മരുഭൂമിയിലൂടെ കടന്നുപോയ ജനതയ്ക്ക് രണ്ടാമത്തെ പ്രതിസന്ധി വീണ്ടും ഉണ്ടായി. എന്തെന്നറിയാമോ? കുടിക്കാൻ വെള്ളമില്ല. കുടിക്കാൻ വെള്ളമില്ല. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ദൈവമക്കളെ, ഞാൻ എപ്പോഴും ഓർക്കും, പർദീസ സദൃശ്യമായ മലയാളക്കരയിൽ മീനമാസത്തിൽ ഭയങ്കര ചൂടാണ്. മീനസൂര്യന്റെ ചൂടിനെ കുറിച്ച് കാരണവന്മാർ പലപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ട്. ഉണങ്ങി അണ്ണാക്കോട് പറ്റിപ്പോയി, നാമെടുത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, അവരാകെ അവസരം വിവസരമായി. അവർ പറഞ്ഞു, മോശെ, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം വേണം. മോശ പറഞ്ഞു, മക്കളെ, നടന്നാട്ടെ, ദൈവം തരാതിരിക്കില്ല. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി, 2 ദിവസം കടന്നുപോയി, 3 ദിവസം കടന്നുപോയി, കുടിക്കാൻ വെള്ളമില്ല. മോശയോട് ജനം പറഞ്ഞു, മോശെ, ഇങ്ങനെ പോകാൻ ഞങ്ങൾക്ക് വയ്യ, ദൈവം തരും മക്കളെ, നിങ്ങൾ നടന്നാട്ടെ. തരുമെന്ന് നീ പല നാളായി പറയുന്നു, വിശ്വസിച്ച് ഞങ്ങൾ നടക്കുന്നു, എന്നിട്ട് എന്താ വെള്ളം കിട്ടാത്തത്? മോശെ, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ നീ? ഇതിലെന്നുള്ളത് മിസ്രയീമിലെ വാസമായിരുന്നടാ. ഏറെ നേരം പട്ടിണി കിടന്നാലും കഠിനാധ്വാനം ചെയ്താലും ദാഹജലം കിട്ടുമായിരുന്നു. പലരും പെറുപെറുത്തു, ചിലർ പൊട്ടിത്തെറിച്ചു, ചിലർ മോശയോട് മോശമായി പെരുമാറി. എന്നാൽ മോശ അതൊന്നും കണ്ടിട്ട് ഒട്ടുപോലും പതറിയില്ല. എന്തെന്നാൽ മോശയെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ എഴുതുന്നത് അവൻ സകല മനുഷ്യരിലും സൗമ്യനായിരുന്നു എന്നാണ്. ദേഷ്യം വരാത്തൊരു കഥാപാത്രം. മോശയാകാനുള്ള ഭാഗ്യം തരണം ദൈവമേ എന്ന് പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും അതിന് കഴിയുന്നില്ല. നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുക. ദേഷ്യം വരാതിരിക്കണം ദൈവമേ, ഒരിക്കലും കോപിക്കാതിരിക്കാൻ കൃപ തരണം ദൈവമേ. എത്ര കേട്ടാലും ഈ ജനം ഇങ്ങനെ വാശിക്കാരും മോശക്കാരുമായി പെരുമാറിയിട്ടും മോശ ഒരിക്കലും ദേഷ്യപ്പെട്ടില്ലല്ലോ. ഈ മോശ പറഞ്ഞു, നടക്കു മക്കളെ, ദൈവം തരും. അവരാകെ അവസരമായി. ചിലർ മുട്ടുകുത്തി വീണു, ചിലർ കിടന്നു, ചിലർ നിരങ്ങി, ചിലർ നിരാശപ്പെട്ടു, ചിലർ മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞു. അപ്പൊ വേറെ ചിലർ പറഞ്ഞു, മടങ്ങിപ്പോയിട്ട് കാര്യമില്ല, കനാൻ നമ്മൾ തിരിച്ച് മിസ്രയീമിൽ എത്തില്ല. വേറെ ചിലർ പറഞ്ഞു, കൊല്ലാനല്ലേ കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരു ചതി അറിഞ്ഞെങ്കിൽ പുറപ്പെടില്ലായിരുന്നല്ലോ. അപ്പൊ വേറൊരുത്തം പറഞ്ഞാടാ, എന്തൊക്കെ പറഞ്ഞാലും നമ്മളെക്കാൾ ഭാഗ്യവാന്മാര് ഫറവോയും സൈന്യവുമാടാ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ലെങ്കിൽ വെള്ളം കുടിച്ച് മരിക്കാൻ പറ്റില്ലോ, മുങ്ങിച്ചാവല്ലേ ചെയ്ത്. നമുക്ക് അതിനുള്ള യോഗം പോലും ഉണ്ടായില്ലല്ലോ. അങ്ങനെ 4ാമത്തെ പ്രഭാതം സംജാതമായി. മോശ പറഞ്ഞു, മക്കളെ, നടന്നാട്ടെ. നടക്കെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റിയിട്ട് വേണ്ട മോശെ, നീ എന്ത് ഭ്രാന്താ പറയണത്? ഞങ്ങൾക്ക് ആകമില്ല. നടക്കൂ, ദൈവം വെള്ളം തരും. അവസാനം അവർ മനസ്സോടെ എഴുന്നേറ്റു. രാവിലെ ഒരു 7-8 മണിയായപ്പോ ഇവർ പതുക്കെ നടപ്പ് തുടങ്ങി. ആരും വേണ്ടോണ്ണം ആരോഗ്യമില്ലാത്തവരാ. മുല കുടിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ തളർന്നുറങ്ങുകയാണ് അമ്മയുടെ നെഞ്ചിൽ. കാരണം അവർ കമ്മിഞ്ചപ്പാൽ പോലും വറ്റിപ്പോയിരിക്കുന്നു. ആ രംഗം എത്ര ദാരുണമാണ് നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ച്. ഈ ജനം ഇങ്ങനെ പ്രാഞ്ചി നടക്കുകയാണ്. എന്റെ ഭാവന പതുക്കെ ചിറക് വിടർത്തുന്നു. ദൈവമക്കളെ, രാവിലെ ഒരു 9:30-10 മണിയായി കാണും. നോക്കണം, ഏറ്റവും മുമ്പിൽ നടന്ന ചെറുപ്പക്കാരൻ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് അവൻ വായുവിലേക്ക് ഉയർന്നു ചാടി താഴെ വന്ന് വീണു. നിലത്ത് കിടന്നുരുണ്ടു. പുഴുവാരി മുകളിലേക്ക് എറിഞ്ഞു. കാറാനും കൂവാനും ഒച്ച വെക്കാനും തുടങ്ങി. നോക്കി നിന്ന ആളുകൾ മൂക്കത്ത് വിരൽ വെച്ച് പറഞ്ഞു, നോക്കടാ കഷ്ടം, ആ കൊച്ചൻ
വെള്ളം കുടിക്കാതെ നടന്ന് അവന് തലയ്ക്ക് സ്ഥിരമില്ലണ്ടായി. പാവം അവിടെ കിടപ്പിൽ അവൻ തിരിഞ്ഞു നോക്കിയിട്ട് ആ ചേട്ടന്മാരോട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടന്മാര് പൊട്ടന്മാര്, എനിക്ക് പ്രാന്തില്ല, നിങ്ങൾക്ക് ആ പ്രാന്ത് മുഴുപ്രാന്ത്. പിന്നെ എന്തിനാ മോനെ നീ ഈ ഗോഷ്ടി കാണിക്കണത്? അപ്പൊ നിങ്ങളൊന്നും കണ്ടില്ല ചേട്ടന്മാരെ ചോദിച്ചു. ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ മോനെ. മുന്നോട്ട് നോക്കിയാട്ടെ. ഈ കൊച്ചു വിരൽ ചൂണ്ടിയ സ്ഥലത്തേക്ക് അവർ സസൂക്ഷ്മം നോക്കുമ്പോ കണ്ട കാഴ്ച എന്തെന്നറിയാമോ? മരുഭൂമിയുടെ മാറു പിളർന്ന് 10 ഹോഴ്സ് പവറിന്റെ മോട്ടർ അടിക്കും പോലെ പൂക്കുറ്റി പോലെ വെള്ളം മുകളിലേക്ക് ചീറ്റി പൊങ്ങി അരുവി പോലെ പരന്നൊഴുകുകയാണ്. ഹല്ലേലൂയ. കണ്ട പാതി കാണാത്ത പാതി, കേട്ട പാതി കേൾക്കാത്ത പാതി, അറിഞ്ഞ പാതി അറിയാത്ത പാതി, കണ്ടവൻ കേട്ടവൻ അറിഞ്ഞവൻ മുന്നോട്ടോടി. ചെന്നവൻ കമിഴ്ന്നടിച്ചു വീണു. ചിലർ കൈക്കുമ്പിളിൽ കോരി കുടിക്കുന്നു, ചിലർ കമിഴ്ന്ന് കിടന്ന് കപ്പി കുടിക്കുന്നു, ചിലർ വെള്ളത്തിൽ കിടന്ന് ഉരുളുന്നു, ചിലർ വെള്ളം കോരി മുകളിലേക്ക് എറിയുന്നു. അവിടെ ഭ്രാന്തമായ ഒരു ആവേശം. ആമേൻ. വെള്ളം കാണാത്തവൻ വെള്ളം കണ്ടപ്പോ വെള്ളം കൊണ്ട് ആറാട്ട് നടത്തുകയാ. പക്ഷേ ഒരു കുഴപ്പം, മുന്നാലെ നിന്ന് വെള്ളം കുടിച്ചവർ പെട്ടെന്ന് പിന്നോട്ട് തിരിഞ്ഞിരുന്ന് ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും തുടങ്ങി. വായിക്കകത്ത് കൈ മുഴുവനും കടത്തിയവർ അണ്ണാക്ക് വരികയും ഓക്കാനിച്ച് ഛർദ്ദിക്കുകയാണ്. പിന്നാലെ വന്നവരോട് വിളിച്ചു പറഞ്ഞു, അയ്യോ ഈ വെള്ളം കുടിക്കല്ലയോ, ഇതിന് കാല കൈപ്പാണ്, ഇത് കുടിച്ചാൽ ചത്തുപോകുമേ. പിന്നാലെ വന്നവർ പറഞ്ഞു, മണ്ടന്മാരെ ഞങ്ങളെ പറ്റിക്കാന്നോർത്തോ? ഈ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ നുണ പറയണത്? മരട അവിടുന്ന് തടുത്തങ്ങട് മാറ്റിയിട്ട് ചാടിക്കേറി അവരും വെള്ളം കോരി കുടിച്ചു. പക്ഷെ കുടിച്ചവരെല്ലാം പിന്നോട്ട് ഇരുന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. എന്തെന്നാൽ ഈ വെള്ളത്തിന് കാല കയ്പായിരുന്നു പ്രിയരെ, സഹിക്കവയ്യാത്ത കയ്പ്. എത്ര വലിയ ദാഹമുണ്ടെങ്കിലും ശനി നായകം ഇടിച്ചു കലക്കി കുടിക്കാൻ തന്നാ നിങ്ങൾ ആസ്വദിച്ച് കുടിക്കുമോ? ഇല്ല, ആരും കുടിക്കില്ല. കയ്പ് സഹിക്കാൻ ആരും തയ്യാറല്ലാതാണ് ഈ ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു കുഴപ്പവും. ആമേൻ. ദൈവമക്കളെ, ഈ ജനം വാവിട്ട് നിലവിളിക്കുക. ഞാൻ പറയട്ടെ, വെള്ളം കിട്ടിയില്ലെങ്കിൽ കിട്ടുമെന്നോർത്ത് നടക്കാം. കിട്ടി കുടിക്കാൻ ഒത്തില്ലെങ്കിൽ ഭ്രാന്ത് വരും ഉറപ്പാ. ഇപ്പോൾ ഇസ്രായേൽ ജനത്തിന് സമനില തെറ്റിയിരിക്കുക. ഞാൻ ഓർക്കട്ടെ, ആഹാരം ഒന്നും കിട്ടാനില്ല. 10 ദിവസം പട്ടിണി കിടന്നു. എന്നിട്ടും ഒന്നും കിട്ടിയില്ല. വേണമെങ്കിൽ ഒരു 10 ദിവസത്തോടെ പട്ടിണി കിടക്കാം. എന്നിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു 10 ദിവസത്തോടെ പട്ടിണി കിടക്കാം. എന്നിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു 10 ദിവസം കൂടെ പട്ടിണി കിടക്കാം. പിന്നെ പെട്ടിക്ക് ആളെവിടെ ഇല്ലേ? ദൈവമക്കളെ, പട്ടിണി എത്ര വേണേലും കിടക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടല്ലോ. 10-15 ദിവസം പട്ടിണി കിടന്നു കഴിയുമ്പോ ഒരാൾ ഒരു പാത്രം നിറയെ നല്ല സ്വാദിഷ്ടമായ ബിരിയാണിയുമായി പ്രത്യക്ഷപ്പെടുന്നു. ഇത് തുറന്നു മുമ്പിൽ വെച്ചു. നല്ല മണം മൂക്കിലേക്ക് അടിച്ച് കയറിയ 15 ദിവസം പട്ടിണി കിടന്നു പാത്രം അടക്കം തിന്നാനുള്ള ആവേശത്തിൽ ഇരിക്കുമ്പോ കൊണ്ടുവന്ന ആള് പറഞ്ഞു, തൊട്ടു പോകരുതെന്ന്. പറഞ്ഞാലത്തെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുണ്ടോ? ആദ്യം പറഞ്ഞവനെ തിന്നും, പിന്നെ ഞാൻ ബിരിയാണി തിന്നാൻ നോക്കുള്ളൂ. അതെ, വിശപ്പിന്റെ വിളി ഭ്രാന്തുണ്ടാക്കും മനുഷ്യന്. സ്വന്തം അമ്മമാർ സ്വന്തം മക്കളെ വെട്ടിപ്പുഴി നിൽക്കുന്ന കഥ വേദപുസ്തകത്തിലുണ്ട്. വല്ലപ്പോഴൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അത് കാണാനിട വന്നിട്ടുണ്ടാവും. ദൈവമക്കളെ, സശ്രദ്ധ ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കുക. ആമേൻ. ദൈവമക്കളെ, ഇതാ ഈ ജനം ഇന്ന് വലിയ കഷ്ടപ്പാടിലായി തീർന്നിരിക്കുകയാണ്. കുടിപ്പാൻ വെള്ളമില്ല. ചങ്കുപൊട്ടി കരയുകയാണ് ഈ ജനം. ഇതാ 3-ാം പ്രാവശ്യവും ഈ ചെങ്കടൽ തീരത്ത് കരഞ്ഞ ജനം മാറായിൽ ചങ്കുപൊട്ടി കരയുകയാണ്. ഞാൻ പറയട്ടെ നിങ്ങളോട്, സിയോനിലേക്കുള്ള യാത്ര വീണ്ടും സങ്കീർണമാവുകയാണ്. മരുഭൂമിയിലൂടെ കടന്നുപോയാൽ മാത്രം പോരാ, മാറായിലെ കയ്പ് വെള്ളവും കുടിക്കണം. പ്രൈസ് ദി ലോർഡ്. സിയോനിലേക്കുള്ള സഞ്ചാരം വളരെ കയ്പേറിയതാണ്, സുഗമമെന്ന് കരുതരുത്. എന്താണ് പ്രിയപ്പെട്ടവരെ സിയോൻ യാത്രക്കാർക്ക് ഈ സങ്കടം വരാൻ സംഗതി? അതിന്റെ കാരണം പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. അവിടെ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. 1 തെസ്സലോനിക്കർ 3:3 കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. നമ്മെ ഒരു കാര്യത്തിന് നിയമിച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയാമോ? കഷ്ടം അനുഭവിപ്പാൻ. ഒരു പയ്യൻ BSc B.Ed പാസ്സായി. അവനൊരു സ്കൂളില് ടീച്ചറാകാൻ വേണ്ടി ഇന്റർവ്യൂ ടെസ്റ്റും പാസ്സായി. അവനെ സ്കൂൾ അധ്യാപകനായിട്ട് നിയമിച്ചു. എന്തിനാ നിയമിച്ചത്? പിള്ളേരെ പഠിപ്പിക്കാൻ. മറ്റൊരാളെ UD ക്ലാർക്കിന്റെ പരീക്ഷയും ടെസ്റ്റും പാസ്സായി, ഇന്റർവ്യൂവും പാസ്സായി UD ക്ലാർക്കായിട്ട് നിയമിച്ചു. നിയമിച്ചത് എന്തിനാ? ക്ലർക്ക് ഉദ്യോഗം വഹിക്കാൻ. മറ്റൊരു ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിച്ചു. നിയമിച്ചത് എന്തിനാ? തന്റെ ബെഞ്ചിൽ വരുന്ന കേസുകൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ. 15 സംവത്സരം മുമ്പ് സ്വർഗത്തിലെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു. എന്തിനാ? ഈ സഭയിൽ കർത്താവിന്റെ സുവിശേഷം ചുമക്കാൻ, ഈ സഭയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കാൻ. ദൈവമക്കളെ, ഒരു കാര്യത്തിന് നിയമിക്കപ്പെട്ടവൻ ആ കാര്യം ചെയ്യണം. വേണ്ടേ? വേണോ? ഒരു വിശ്വാസിയെ എന്തിനായി നിയമിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്?
കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. കേൾക്കണം നിങ്ങൾ. ഒരു വിശ്വാസി മാമോദീസ മുങ്ങി മാമോദീസ തൊട്ടിയിൽ നിന്ന് കരയ്ക്ക് കയറുന്ന നിമിഷത്തിൽ കർത്താവ് സ്വന്തം കൈപ്പടയിൽ എഴുതി കയ്യൊപ്പിട്ട ഒരു ഉത്തരവ് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോണതിന് മുമ്പ് പറയണം, തന്നുവിടാൻ വേണ്ടിയാ. കർത്താവിന്റെ തന്നുവിട്ടിട്ടുണ്ട്.